ഈവനിങ്. ഇത് റിയൽ സ്റ്റോറിയാണ് കേട്ടോ. എൻ്റെ ഭർത്താവ് എൻ്റെ കെട്ടിയോന് എന്നെ പാത്രം കഴുകാൻ സഹായിക്കും. വേണ്ട വന്നിട്ട് ജോലി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ട് ഒരാൾ പാത്രം കഴുകുക, ഞാനിതാ സവാള ഗിരിന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുട്ട ഓംപ്ലേറ്റ് അടിക്കുക. ഇപ്പം രാത്രി കാനഡയിലെ സമയം 8:10 വാങ്കോവർ കാനഡ. ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ പണി. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിന് പോയി വന്ന് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പണി ഇതാണ്, പാത്രം കഴുകാൻ. വാർത്ത കേട്ടോ? ഇത് കഴിഞ്ഞിട്ട് ഉടനെ അവിടെ ഇരുന്നോ, ഞാൻ അപ്പോഴേക്കും മുട്ട ഓംപ്ലേറ്റുമായി റെഡി എന്ന് പറഞ്ഞു വരും. അപ്പം വേണ്ട, ഒരാൾ പാത്രം കഴുകുന്നത് ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ് ഒരാൾ പാത്രം കഴുകുക, ഒരാൾ കുക്ക് ചെയ്യുക. അപ്പോൾ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്ത്, അതെ ടീം വർക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നതുകൊണ്ട് നമുക്കിവിടെ ടീം വർക്കേ പറ്റുള്ളൂ. അതെ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ പാത്രം കഴുകി പാത്രങ്ങൾ ഒതുക്കി വെക്കി, ഞാൻ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാം എന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അതെ അതെ. അപ്പൊ നിങ്ങൾ കണ്ണൂർ ഭാഷയിൽ എന്താ പറയാ? അപ്പൊ ഇത് ക്ലിയർ ആവുമെന്ന് അറിയില്ല. രാത്രിയാണേ. അപ്പൊ ഞാൻ കുളിച്ച് വരുമ്പോഴേക്ക് എന്റെ കെട്ടിയോൻ ഇതാണ്ടേ ഇത് ചെയ്തു. ഇനി ഞാൻ സവാള അരിഞ്ഞ് ഓംപ്ലേറ്റ് അടിക്കാൻ പോകും. ഓംപ്ലേറ്റ് വേണ്ട. അതെ, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, അവിടെ ഒത്തിരി പേര് വന്ന് നിൽക്കുന്നല്ലേ. അപ്പോൾ അല്ലെങ്കിൽ സ്വിമ്മിങ്ങും കൂടി ഞങ്ങൾക്ക് ആഡ് ചെയ്യായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ വിശേഷം. ഇനി എൻ്റെ കെട്ടിയവന് ന്യൂസ് കണ്ടില്ലേ ഭയങ്കര ടെൻഷനാണ്. ജഗന്ന് ഇങ്ങനെ തലവേദനിക്കും. അപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ന്യൂസ്, പിന്നെ കോമഡി, മറിമായം, അലിയൻസ് ഇങ്ങനെയൊക്കെ പോവും. ഒരു ഇതായിട്ട് പോവും. അപ്പോൾ ഓക്കെ, ഇതാണ് ഞങ്ങൾ ഇന്നത്തെ രാത്രി ഉള്ളത്. ബൈ ബൈ, സീ യു. അല്ലല്ലോ, ഓക്കെ. എല്ലാവരും കാണുക. ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വന്നിട്ട്, രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലത്തെ കാര്യം നോക്കുന്നത്. അതെ, ഇത് സന്തോഷപൂർവ്വം ചെയ്യണേ. ഓക്കെ പൊന്നു, ഓക്കെ സന്തോഷം. ഓക്കെ, സെയിം ടു യു.